പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 5-ാം തീയതി തിങ്കളാഴ്ച. ഈ മാസത്തിൻ്റെ മറ്റൊരു പുതിയ പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉപജീവന മാർഗം വിശ്വസ്തയോടും കൃത്യനിഷ്ഠയോടും കൂടെ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 25-ാം വാക്യം. സെയിന്റ് മാത്യു ചാപ്റ്റർ 14 വേഴ്സ് 25 നാം ഇപ്രകാരം വായിക്കുന്നു: രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന്റെ മധ്യഭാഗമാണ് ഇന്ന് വാഗ്ദത്ത വചനമായി നാം കേട്ടത്. യേശു തനിച്ച് ഏകനായി പ്രാർത്ഥിക്കുവാൻ മലയിൽ പോയ സമയത്ത് യേശു അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞ് നാനാദിക്കിൽ നിന്നും ആളുകൾ വന്നുകൂടി. കർത്താവരോട് വചനം പറഞ്ഞു, അനേകർ സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ അവർക്ക് യേശു ഭക്ഷണം കൊടുക്കുവാൻ പറയുകയും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ധന്യമായ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്തത് ഈ സന്ദർഭത്തിലാണ്. അതേ തുടർന്ന് തൻ്റെ ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിക്കുന്നു. തുടർന്ന് ജനങ്ങളെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് യേശു പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിച്ചു. തൻ്റെ ശിഷ്യന്മാർ പടകിൽ കയറി അക്കരയ്ക്ക് യാത്രയാവുന്നു. എന്നാൽ കാറ്റ് പ്രതികൂലമായി ബാധിക്കുകയുണ്ടായി. പ്രാർത്ഥനാ നിരതനായിരുന്ന യേശു തൻ്റെ ശിഷ്യന്മാരെ താൻ പറഞ്ഞയച്ചത് ഉള്ളാലെ ഓർത്ത് അവർ പ്രതികൂലത്തിലായിരിക്കുന്നുവെന്ന് ആത്മാവിൽ മനസ്സിലാക്കി യേശു രാത്രിയുടെ 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ എത്തി. ഈ തിങ്കളാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും സുപരിചിതമായ ഒരു ഭാഗമാണ് ഇന്ന് നമുക്ക് വാഗ്ദത്ത വചനമായി ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ പശ്ചാത്തലങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ടതോ ഒന്നുമല്ല ഇന്ന് സന്ദേശമായി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരേ ഒരു കാര്യം, കർത്താവിൻ്റെ വാക്ക് കേട്ട് കർത്താവ് പറഞ്ഞത് അനുസരിച്ച് ഞാനും നിങ്ങളും ഇറങ്ങിത്തിരിച്ചോ. കാറ്റ് പ്രതികൂലമായിക്കൊള്ളട്ടെ, പ്രതിസന്ധികൾ വന്നോട്ടെ, അലകൾ ഉയരട്ടെ, രാത്രി ആയിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, നമ്മെ പറഞ്ഞു വിട്ടവൻ നമ്മെ മറക്കുന്ന ദൈവമല്ല. രാത്രി ഏത് യാമമാണെങ്കിലും ഇതാ കടലിന് മീതെ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന ഒരു കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തെ പരിപൂർണമായി വിശ്വസിച്ചും വചനത്തിൽ ആശ്രയിച്ചും ദൈവ വഴിയിൽ കൂടെ നടക്കുന്ന ഒരു ദൈവ പൈതലാണോ? നിങ്ങളുടെ ജീവിതത്തിൽ കാറ്റുണ്ട്, കോളുണ്ട്, പ്രതികൂലമായ നിരവധി അനവധി ഈശാനമൂലനുണ്ട്. ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ഇതൊക്കെ ഉള്ളപ്പോൾ കർത്താവ് എന്നെ എന്തിനാണ് അയച്ചത്? എന്തിനാണ് എന്നോട് അക്കരയ്ക്ക് പോകാൻ പറഞ്ഞത്? ഈ പ്രതികൂലം വരാൻ പോകുന്നുവെന്ന് കർത്താവിന് അറിയുകയില്ലയോ? ഇങ്ങനെ തോന്നത്തക്ക വിധത്തിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, കുടുംബ വിഷയങ്ങൾ, ജോലിയിലുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യകരമായ ബുദ്ധിമുട്ടുകൾ,
സാമ്പത്തിക ബാധ്യതകൾ, നിയമത്തിന്റെ വിവിധ കുരുക്കുകൾ, ഭവനപണി ആരംഭിച്ചിട്ട് എങ്ങും എത്താത്ത അവസ്ഥകൾ, വിവാഹപ്രായം കഴിഞ്ഞ പെൺകുഞ്ഞുങ്ങൾ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ട് വർഷങ്ങളായി തലമുറ ആഗ്രഹിച്ചിട്ട് ലഭിക്കാതെ വേദനയോട് പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കൾ, ഇങ്ങനെ നിരവധി വിഷയങ്ങൾ നമ്മുടെ ജീവിതമാകുന്ന പടകിലുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിന് അറിയാം ഏത് സമയത്ത് പടകിൽ എത്തണം എന്ന്. ഇനിയും ഈ പടക് ഈ നിലയിൽ മുൻപോട്ട് പോയാൽ അക്കരെ എത്തുകയില്ല. ഗലീല കടലിൽ ഇത് ആണ്ടുപോകും, അമർന്നു പോകും, കാറ്റ് ഇതിനെ തകർത്ത് കളയുമെന്ന് കർത്താവിന് കൃത്യമായി മനസ്സിലായപ്പോൾ രാത്രിയുടെ 4-ാം യാമത്തിൽ യേശു പടകിന്റെ അടുക്കൽ എത്തി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചത് വഴിയിൽ വെച്ച് നശിച്ചു പോകാനല്ല, വഴിയിൽ വെച്ച് തകർന്നു പോകുവാനല്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ശിഥിലമാകുവാനല്ല, നമ്മുടെ നന്മ പിശാച് വെള്ളത്തിൽ മുക്കിക്കളയുവാനല്ല. നിശ്ചയമായും 4-ാം യാമത്തിൽ ആരും വന്നില്ലെങ്കിലും ഇറങ്ങി വരുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. ഇന്ന് പലവിധ വിഷയത്താൽ ഭാരപ്പെട്ട് മനം നൊന്ത് ഈ പ്രഭാതത്തിൽ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ മാന്യ സുഹൃത്തെ, പ്രിയ വിശ്വാസിയെ, നിങ്ങളുടെ ജീവിതമാകുന്ന പടകിൽ യേശു ഇന്ന് കടന്നു വരട്ടെ. നിങ്ങൾ കടന്നു പോകുന്ന ചെറുതും വലുതുമായ കാറ്റുകൾ, കോളുകൾ, രോഗങ്ങൾ, പ്രശ്നങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, ദുഷികൾ, നിയമക്കുരുക്കുകൾ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, ആരോഗ്യ വിഷയങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അതിന്മേൽ തീർപ്പ് കൽപ്പിക്കുവാൻ കഴിവുള്ള ഒരു കർത്താവ് ജീവിക്കുന്നു. അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞു വിട്ട കർത്താവ് അവരെ അക്കരയ്ക്ക് എത്തിക്കുക തന്നെ ചെയ്തു. നമ്മെ വിളിച്ചിറക്കിയവൻ വിശ്വസ്തന. കൂടെയുള്ളവർ ചതിച്ചേക്കാം, പഴിച്ചേക്കാം, ഇട്ടുപോയേക്കാം, ഉപേക്ഷിച്ചേക്കാം, അപവാദം പറഞ്ഞേക്കാം. എന്നാൽ നമ്മെ വിളിച്ചവൻ ഒരിക്കലും വഴിയിലിട്ടിട്ട് പോകുകയില്ല. വഴിയിൽ വരുന്ന ദുർഘടങ്ങൾ ദൂരവേ മനസ്സിലാക്കി രാത്രിയുടെ 4-ാം യാമത്തിലും ഇറങ്ങി വരുന്ന കർത്താവിനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നതും പിൻപറ്റുന്നതും. ആ കർത്താവ് ഇന്ന് പകൽ നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ഈ ആഴ്ചവട്ടം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ടതുണ്ട്. അതെന്താണ്, ഏതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് എന്ന് ഞാൻ അറിയുന്നില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ കർത്താവും അറിയുന്നു. അതെ, വൈകിപ്പോയെന്ന് കരുതരുത്. രാത്രിയുടെ 4-ാം യാമം യേശുവിനൊരു പ്രശ്നം അല്ലേ? അല്ല, നമുക്കാണ് വൈകിപ്പോയെന്ന് തോന്നുന്നത്. ഇനിയും ഈ വിഷയത്തിൽ ഒരു വിടുതലുണ്ടോ എന്ന് സംശയിക്കുന്നത് നാം ആണ്. എന്നാൽ കർത്താവിനൊട്ടും വൈകുകയില്ല, രാത്രിയാവുകയില്ല, അർദ്ധരാത്രിയാവുകയില്ല. ഏത് സമയത്തും കർത്താവ് വന്ന് ആ വിഷയത്തിന്മേൽ വിടുതൽ തരുവാൻ മതിയായവനാ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ദിനം വിടുതലിന്റെ ദിനമാവട്ടെ, സൗഖ്യത്തിന്റെ ദിനമാകട്ടെ. നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഏറ്റവും വേദന നിറഞ്ഞ, ദുർഘടം നിറഞ്ഞ, പ്രതികൂലം നിറഞ്ഞ ആ മധ്യാഹ്ന സമയത്ത് യേശു ഇറങ്ങി വന്ന് കരം പിടിച്ച് നിങ്ങളെ വിടുവിക്കും, എത്തേണ്ട തുറമുഖത്ത് എത്തിക്കുകയും ചെയ്യും. ആ കർത്താവിന്റെ കരങ്ങളിൽ പരിപൂർണമായി ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം, പുതിയ ആഴ്ചവട്ടം നമുക്ക് ആരംഭിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞ് യാത്രയച്ച ശിഷ്യന്മാർ പ്രതികൂലത്തിലും പ്രതിസന്ധിയിലുമായപ്പോൾ അവരെ വഴിക്കിട്ട് കളയാതെ രാത്രിയുടെ 4-ാം യാമത്തിൽ അവർ എവിടെ ഏത് സാഹചര്യത്തിലായിരുന്നുവോ
ആ അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന് അവരെ വിടുവിക്കുകയും എത്തേണ്ടിടത്ത് എത്തിക്കുകയും ചെയ്തൊരു കർത്താവ് ഇന്നും ജീവിക്കുന്നുവെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങളിൽ പലരും ഇന്ന് ഇതേ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു. ഞങ്ങളെ രക്ഷിക്കുവാൻ ആരുമില്ല എന്ന് നിലവിളിക്കുമ്പോൾ ഞങ്ങൾ അറിയാതെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അവസ്ഥയിലേക്ക് ഇന്ന് പകൽ ഇറങ്ങി വരണമേ. അവിടുത്തെ വലിയ കൃപ ചൊരിയണമേ. പ്രാർത്ഥനാ വിഷയത്തിന്മേൽ അവിടുന്ന് ഇടപെടണമേ. ഈ ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുന്നതിന് മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. അവരുടെ ജീവിത പടക് ആടി ഉലയുമ്പോൾ, വിവിധ നിലകളിലുള്ള കാറ്റിനാൽ തകരുവാൻ തുടങ്ങുമ്പോൾ അപ്പനവിടുന്ന് കടന്നു വന്ന് ആശ്വസിപ്പിക്കണം. കരം പിടിച്ചവരെ അക്കരയ്ക്ക് എത്തിക്കണം. എല്ലാ നന്മകളാലും പൊതിയണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവജനമേ, നമ്മുടെ കർത്താവ് ഏത് അവസ്ഥയിലും ഏത് സമയത്തും ഏത് സ്ഥിതിയിലും നമ്മുടെ മധ്യേ വരുന്നവനാണ്. ഇട്ടേച്ചു പോകുന്നവനല്ല, തള്ളിക്കളയുന്നവനല്ല, കൈവിടുന്നവനും അല്ല. നിശ്ചയമായും നമ്മെ ഓർത്ത് നമ്മിലേക്ക് ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ദൈവമാ. ഇന്ന് പകൽ ജീവജലം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും, നിങ്ങളുടെ മക്കളെയും, നിങ്ങളുടെ കുടുംബങ്ങളെയും, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും സ്വർഗം ഇറങ്ങി വന്ന് വിടുവിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. തന്റെ ഉള്ളംകരങ്ങളിൽ നിങ്ങളെ പരിപാലിക്കട്ടെ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയും സമാധാനവും നാം ഏവരോടും കൂടെയിരിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.